ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഞാനിപ്പോൾ രാജാക്കാടാണ്. രാവിലെ എണീറ്റ് ഒരു ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. കൂടെ ഇന്നലെ ഒരു ഡ്രൈവറായിട്ടുണ്ടായിരുന്നു. പുള്ളിയായിട്ട് ഞങ്ങൾ രാവിലെ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. അടുത്ത് കടയൊന്നും ഇല്ലായിരുന്നു. ചായ കുടിക്കണമെങ്കിൽ കുറച്ച് ദൂരം പോകണമായിരുന്നു. തിരിച്ചു വന്നിട്ട് വണ്ടി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അകത്ത് മുഴുവൻ മണ്ണായിരുന്നു. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനി കുളിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ നമുക്ക് ഡ്രൈവർമാർക്ക് ഫുഡുണ്ട്. ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി ഗസ്റ്റ് വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ്. രാവിലെ തന്നെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. അങ്ങനെ ഗസ്റ്റിന്റെ ലഗേജ് എല്ലാം വന്നു. ഇതെല്ലാം വേണ്ടി വണ്ടിയിൽ പെറുക്കി വെക്കണം. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, CNG വണ്ടിയിൽ ഡിക്കി സ്പേസ് ഉണ്ടോയെന്ന്. അത്യാവശ്യം ഒരു പെട്ടി എൻ്റെ ബാക്കിലിരിക്കും. അങ്ങനെ മൂന്നാറിനോട് യാത്ര പറഞ്ഞ് ഞങ്ങളിനി തേക്കടിക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണിത്. നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. കുറച്ചു നേരം വണ്ടി അവിടെ നിർത്തിയിട്ടു, വ്യൂ ഒക്കെ ഒന്ന് കാണാൻ. ഗസ്റ്റിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. ഞാൻ മൂന്നാറിന് തേക്കടി സ്ഥിരം ഈ വഴിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തേക്കടിയിലെത്തി. ഗസ്റ്റിന് നേരെ ടിക്കറ്റ് കൗണ്ടറിലാക്കി ഞാനൊരു ചായ കുടിക്കാനായിട്ട് പോകുന്നതാണ്. ചെറിയൊരു മഴയുണ്ട് ഇവിടെ. പിന്നെ വണ്ടിയിൽ CNG ഇല്ലായിരുന്നു. CNG അടിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിയുള്ള കാഴ്ചയാണ് കാണുന്നത്. കേരള തമിഴ്നാട് ബോർഡറാണിത്. ഈ ബോർഡർ താണ്ടി വേണം അപ്പുറത്ത് ചെല്ലാൻ. പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ചെറിയൊരു മഴയുണ്ട്. വണ്ടി ഓടിക്കാൻ നല്ലൊരു വൈബാണ്. അങ്ങനെ നമ്മൾ കമ്പത്തെ CNG പമ്പിൽ എത്തി. ഫുൾ ടാങ്കിന് CNG അടിക്കണം. ഇവിടുത്തെ CNG റേറ്റ് ആണ് ഈ കാണുന്നത്. 93 രൂപ 40 പൈസ. കേരളത്തെക്കാളും കുറവാണ്. തിരിച്ചു വരുന്ന വഴി പെൻസ്റ്റോക്ക് പൈപ്പിനിട്ട് നിർത്തിയതാണ്. ഈ പൈപ്പിലൂടെയാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടോട്ട് വെള്ളം പോകുന്നത്. അത്യാവശ്യം ഒരാളുടെ ഹൈറ്റ് ഉണ്ട് ഈ ഒരു പൈപ്പിന്. തിരിച്ചു വന്ന് ഗസ്റ്റിനെയും കൂട്ടി നേരെ ബീച്ചിൻ്റെ അടുത്തേക്കാണ് പോയത്. ഗസ്റ്റിന് എലിഫന്റ് സഫാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഗസ്റ്റ് എലിഫന്റ് സഫാരിയിലോട്ട് പോയി. അതാ ആനപ്പുറത്തിരിക്കുന്നതാണ് എൻ്റെ ഗസ്റ്റ്. ഇനി അവർ വരുന്നവരും വെയിറ്റിംഗ്. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് എത്തി. ഇനി അവർക്ക് ലഞ്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ടൗണിൽ തന്നെയുള്ള ലക്ഷ്മി ഹോട്ടലിലാണ് പോയത്. ഗസ്റ്റിൻ്റെ വകയായിരുന്നു എനിക്കും ഫുഡ്. ഞാൻ ചപ്പാത്തിയും ചിറ്റുള്ളിക്കറിയാണ് പറഞ്ഞത്. നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ. അത് കഴിഞ്ഞ് അന്നേരം ഗസ്റ്റുമായിട്ട് അവരുടെ ഹോട്ടലിലോട്ടാണ് പോയത്. അണക്കരയിലുള്ള സ്പൈസ് ഗ്രോവിലാണ് ഇന്ന് ഗസ്റ്റിന് സ്റ്റേ. ഞാനൊരു 2ാമത്തെ തവണയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നേരെ ബീച്ചിൻ്റെ അടുത്തേക്കാണ് പോയത്. ഗസ്റ്റിന് കഥകളി വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിനുവേണ്ടി വന്നതാണ്. 5 മണിക്കാണ് ഷോ. ഗസ്റ്റ് എനിക്കും കൂടി ടിക്കറ്റ് എടുത്തായിരുന്നു. ഞാൻ അവരുടെ കൂടെ കഥകളി കാണാൻ വേണ്ടി പോവുകയാണ്. വളരെ ചുരുക്കം ചില ഗസ്റ്റ് മാത്രമാണ് ഇങ്ങനെ കൂടെ വിളിക്കാറുള്ളൂ. ഞാനും അവരുടെ കൂടെ ഇന്ന് കഥകളി ആസ്വദിച്ചു. അങ്ങനെ കഥകളി കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഗസ്റ്റിന് വേറെ എന്തോ ആക്ടിവിറ്റി കൂടെ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഗസ്റ്റ് പോയി മ്യൂസിക് ഫൗണ്ടനാണ് എടുത്തത്. എനിക്കും കൂടെ ടിക്കറ്റ് എടുത്തായിരുന്നു ഗസ്റ്റ്. ഇതാണ് സംഭവം. പരിപാടി അടിപൊളിയാണ്. അങ്ങനെ ഈ ഷോയും കൂടെ കഴിഞ്ഞ് ഞങ്ങളിനി തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തി. ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.